മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വക്താവ് സൗരവ് ദാസ് ഉൾപ്പെടെ എന്നുള്ളതിന്റെ തെളിവുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിൽ കൃത്യമായിട്ട് ജിഹാദികൾ കടന്നു കയറിയെന്ന് ഒരു മുസ്ലിം വനിത തന്നെ വ്യക്തമായിട്ട് തുറന്നു പറയുന്നുണ്ട്. നമുക്കതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. സൗരവ് ദാസ് ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ചായിട്ട് വലിയ ഡയലോഗും അടിച്ച് രംഗത്തിറങ്ങി നടക്കുന്ന വലിയ ഞെട്ടിക്കലൊക്കെ ആയിട്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തും വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ, ഉമർ ഖാലിദിന് ഒപ്പമാ സൗരവ് ദാസ് നിൽക്കുന്നത്. എന്നിട്ട് എന്താ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും ധീരനായ ഉമർ ഖാലിദുമായുള്ള കൂടിക്കാഴ്ച, അടിസ്ഥാനരഹിതവും അർത്ഥശൂന്യവുമായ ആരോപണങ്ങളുടെ പേരിൽ 5 വർഷത്തെ ജയിൽവാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ മായ്ക്കാനാകാത്ത ഒരു കളങ്കം. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ തളരാത്ത മനോവീര്യത്തോടും വലിയ ആദരവ് എന്ന്. ഉമർ ഖാലിദ് എന്ന് പറയുന്നത് ഡൽഹി കലാപത്തിന് UAPA ചുമത്തിയിട്ട് ഗൂഢാലോചന കേസിൽ ജയിലിൽ തള്ളിയിട്ടുള്ള, തീഹാറിൽ തള്ളിയിട്ടുള്ള ഉമർ ഖാലിദ് ഒക്കെയാണ് ഈ സൗരവ് ദാസിന്റെ ഒക്കെ ധീരന്മാർ. ഈ രാജ്യവിരുദ്ധ ശക്തികളെ പിന്തുണച്ചു തന്നെയാ എല്ലാ സമയത്തും കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പരമോന്നത പീഠത്തെ ചോദ്യം ചെയ്തുകൊണ്ടാ, നമ്മുടെ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കടന്നു വരുന്നത്. അതത്ര നല്ല നിഷ്കളങ്കമാണ് എന്നുള്ളത് ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നീതിന്യായ പീഠത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, നമ്മുടെ പരമോന്നത പീഠത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ രംഗത്ത് വന്നതൊന്നും നിഷ്കളങ്കമാണ് എന്ന് ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്. ഈ സൗരവ് ദാസ് ഒക്കെ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഉമർ ഖാലിദ് ഒക്കെ ഇവര് ധീരനാണ് പോലും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു ഞെട്ടിക്കലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ജുനൈദ് ഭായിക്കെതിരെ UP പോലീസ് നടത്തുന്ന നിയമവിരുദ്ധമായ നടപടിയെ ഞങ്ങൾ അപലപിക്കുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ആദ്യ ദിവസം മുതൽ തന്നെ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. ജുനൈദിന്റെ കുടുംബത്തിനെതിരായ ഈ നിയമവിരുദ്ധവും ഏകപക്ഷീയവും മനുഷ്യത്വരഹിതവുമായ നടപടി അവസാനിപ്പിക്കാനും അവരെ ഉടൻ തന്നെ വിട്ടയക്കാനും ഞങ്ങൾ UP പോലീസിനോട് ആവശ്യപ്പെടുന്നു. ഇത് സൗരവ് ദാസിന്റെ ലേറ്റസ്റ്റ് പ്രഖ്യാപന. ജുനൈദിന് വേണ്ടിയിട്ട് ഈ ജുനൈദ് എന്താ ചെയ്തിട്ടുള്ളത്? മൊബൈൽ ഷോപ്പ് നടത്തുന്ന ജുനൈദ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തതാ. എങ്ങനെയാണ് അതിനുള്ള പണം തന്നിലേക്ക് എത്തിയത് എന്ന് ഈ രാജ്യത്തെ പോലീസുകാർ അന്വേഷിക്കണ്ടേ? ഇവന്റെയൊക്കെ വിചാരം എന്താ? ഈ സൗരവ് ദാസിന്റെ ഒക്കെ വിചാരം എന്താ? അങ്ങ് ഞെട്ടിക്ക്. ആരെയായി ഞെട്ടിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയാക്കും ആരെയാക്കും. UP പോലീസിനോട് ഇവിടെ കോടതിയില്ലേ, ഇവിടെ ഭരണഘടനയില്ലേ? ഇതെന്താ സൗരവ് ദാസ് ഒക്കെ അങ്ങ് പ്രഖ്യാപിക്ക, അതിന് പിന്തുണയ്ക്കാൻ കുറെ മരം മൊണ്ണകളോ? ഇവിടെ കോടതിയില്ലേ? UP പോലീസിനോടൊക്കെ ആജ്ഞാപിക്കാൻ ഇയാളെന്താ ജനപ്രതിനിധിയാണോ? ഈ സൗരവ് ദാസ് ആരാണ്? ജനപ്രതിനിധിയാണോ? ഒരു കോപ്പുമല്ലല്ലോ. എന്നിട്ട് വലിയ ഞെട്ടിക്കലൊക്കെ ആയിട്ട് ഇപ്പോ ഈ രംഗത്തെത്തിയിട്ടുണ്ട്. ജുനൈദിന് അങ്ങ് ഇവിടെ എങ്ങനെയാണ് പണം എത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചത്? ആ പണം എവിടെ നിന്നൊക്കെ വന്നു? അത് അന്വേഷിക്കണ്ടേ? ആ പണം വന്നത് കൃത്യമായിട്ടും അന്വേഷിക്കും. അത് ജുനൈദല്ല, ഏതാളാണെങ്കിലും അന്വേഷിക്കണ്ടേ? ലളിതമായ ചോദ്യം, ഏതാളാണെങ്കിലും ചോദ്യം ചെയ്യണ്ടേ? അതാണ് ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥര് ചെയ്യുന്നത്. ആ UP പോലീസിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നാ മതി. സൗരവ് ദാസ് ഒരു കാര്യം ചെയ്യും, UP പോലീസിന്റെ അടുത്തേക്ക്, യോഗി ആദിത്യനാഥിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നാ മതി. ബാക്കി യോഗിയും പോലീസും അങ്ങ് തീരുമാനിച്ചോളും എന്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഏതായാലും തൽക്കാലം ഒന്ന് അടങ്ങുന്നതാണ് സൗരവ് ദാസിനൊക്കെ നല്ലത്. ഇത് രാജ്യത്തെ പുതുതലമുറ ആവശ്യപ്പെട്ടൊരു വിഷയമായതുകൊണ്ടാണ് ഈ പറയുന്ന എക്സാം ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്തത്. ഇപ്പോ ഉമർ ഖാലിദിന് വേണ്ടി, ജുനൈദിന് വേണ്ടി ഇവരൊക്കെ ആരാന്ന ഇവന്റെയൊക്കെ വിചാരം? ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ സാധിക്കൂല എന്നിപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച ആളുകൾ പോലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമരത്തിൽ ജിഹാദികളുണ്ട് എന്ന്
ഒരു മുസ്ലിം വനിത തന്നെ രംഗത്തെത്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. ചെറിയൊരു ഭാഗം ഞാൻ അതിനുശേഷം അതിന്റെ പരിഭാഷയെ വായിച്ചു കേൾപ്പിക്കാം. जो मोदी के समोसे देकर उनके 13वीं की डिमांड की गई, बोले ये 13वीं के समोसे खा लो, उसमें क्या मुझे जिहादी लगती है। आप उनके, मैं तो ये कहूंगी प्रधानमंत्री जी से कि उनके ऊपर कार्रवाई करे। वो लड़की मुझे जिहादी लगती है, उसकी पूरी फैमिली मुझे लगती है, क्योंकि इतनी सी है वो, और वो इतनी बड़ी बड़ी बात करती है, तो वो कहीं ना कहीं से उसके ऊपर सपोर्ट है, तभी तो वो बोल रही है ना। ऐसे कैसे वो बोल सकती है? इस एज में तो हमें तो इतना भी नहीं जानकारी था कि कौन क्या कर रहा है, कौन कौन किस सीट पे बैठा है। वो इस तरीके से बात कर रही है, उसे एजुकेशन के बारे में कुछ नहीं पता है। बस ये जो अफवाहें होती है बीजेपी को बदनाम करने के लिए, उसे A to Z നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, ഇവിടെ സമരം ചെയ്യുന്നവർ മോദിയുടെ പേരിൽ സമൂസകൾ നൽകി 13ാം ദിവസ ചടങ്ങിന് മരണാനന്തരം ആവശ്യപ്പെടുന്നു. ഈ തേരവിയുടെ സമൂസകൾ കഴിക്കൂ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനാ മുസ്ലിം വനിത ഒരു 1.5 മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടിയെ കണ്ടാൽ ഒരു ജിഹാദിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രധാനമന്ത്രിയോട് പറയും അവൾക്കെതിരെ നടപടിയെടുക്കാൻ. ആ പെൺകുട്ടിയെയും അവളുടെ കുടുംബത്തെയും കണ്ടാൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അവൾ വളരെ ചെറുപ്പമാണ്, എന്നിട്ടും ഇത്ര വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയോ അവൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. അല്ലാതെ അവൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും? പ്രായത്തിൽ ആരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചോ ആരേത് സ്ഥാനത്ത് ഇരിക്കുന്നു എന്നതിനെ കുറിച്ചോ ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. അവൾ ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. അവൾക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒന്നും അറിയില്ല. BJP അപകീർത്തിപ്പെടുത്താനുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് അവൾക്ക് A to Z അറിയാവുന്നത്. മുസ്ലിം വനിത കൃത്യമായിട്ട് പറയാ, സമരത്തിൽ നിന്ന് മോദിയുടെ മരണാനന്തര ചടങ്ങ് പോലും വിളിച്ചു പറയുന്നത് ജിഹാദി സഹായങ്ങളുണ്ട് എന്നൊരു മുസ്ലിം വനിതയാ പറയുന്നത്. സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും തിരിച്ചറിയണോ, ഇവിടെ സുഡാപ്പിസവും ജിഹാദിസും ഒക്കെ നമ്മുടെ രാജ്യത്തിന് അപകടം തന്നെയാ. ഈ മുസ്ലിം വനിതയൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഈ രാജ്യത്തിനെതിരെ ഏത് ജിഹാദി നിന്നാലും ഏത് സുഡാപ്പി നിന്നാലും അവരെ എതിർക്കേണ്ടത് ആദ്യം തന്നെ സാധാരണ മുസ്ലിങ്ങളാ. അതാണ് ഈ മുസ്ലിം വനിത ചെയ്യുന്നത്. ഇവിടെ ഉമർ ഖാലിദിനെ എന്നൊക്കെ പറയുന്നത് ആരാണ്? കലാപത്തിന് ഗൂഢാലോചന നടത്തി ജയിലിൽ കിടന്നവരെയൊക്കെയാണ് സൗരവ്ദാസ് എന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവ് പിന്തുണയ്ക്കുന്നത്. ഈ ജിഹാദികളെയൊക്കെ പിന്തുണച്ചൊക്കെ എന്താണ്? ജുനൈദിന് എവിടെ നിന്ന് പണം വന്നു? ആയിരക്കണക്കിന് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനം പ്രതി ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത്? ആ പണം എങ്ങനെ ജുനൈദിന്റെ കയ്യിലേക്ക് വന്നു? അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ എവിടെ നിന്നൊക്കെ വന്നു? ഗൾഫ് രാജ്യത്ത് നിന്ന് പോലും സ്പോൺസേർഡ് ആയിട്ട് അവരുടെ ഒരു കമ്പനിയിലെ തൊഴിലാളികളെ പോലും ഇവിടേക്ക് എത്തിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്തതാ. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടേ? എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സകല മതങ്ങളിൽപ്പെട്ടവർക്കും ഇവിടെ സമാധാനത്തിൽ ജീവിക്കണ്ടേ? ആ സമാധാനത്തിന്റെ കടക്കൽ കത്തിവെക്കാനല്ലേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ലോകം മൊത്തം സകല സ്ഥലത്തു നിന്നും പല കൊട്ടേഷനും ഏറ്റെടുത്ത് ഇവിടേക്കും തുനിഞ്ഞിറങ്ങിയത്? ഇവിടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഉമർ ഖാലിദ്? നീറ്റ് എക്സാം എഴുതുന്നവരാണോ ജുനൈദ്? ലളിതമായ ചോദ്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ പറയുന്ന രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ പോലീസ് അന്വേഷണവും നടത്തരുത് എന്നാണോ ഈ സൗരവ്ദാസ് ഒക്കെ ഞെട്ടിക്കുന്നത്? അതൊക്കെ 4ആയി മടക്കി പോക്കറ്റിലങ്ങ് വെച്ചാൽ മതി. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവൊക്കെ ഉമർ ഖാലിദിനെയൊക്കെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.